ഡെഡിക്കേറ്റഡ് പ്ലെയർ എന്തിന് വാങ്ങണം? കൺസോളിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ. പ്ലേ സ്റ്റേഷൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ച് തരാം എന്നുള്ളൊരു ഫീച്ചർ മാത്രമാണത്. ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് കുറച്ച് പേർക്ക് ബേസിക് ആയിട്ടുള്ള ഡൗട്ട് ക്ലിയർ ചെയ്യാന്നുള്ളതാണ്. അതായത് ഒരു ഡെഡിക്കേറ്റഡ് പ്ലെയർ എന്തിന് വാങ്ങണം? അതായത് ഒരു പ്ലേ സ്റ്റേഷനോ അല്ലെങ്കിൽ ഒരു എക്സ്ബോക്സോ ഉള്ള ഒരു ഗെയിമിംഗ് കൺസോൾ വാങ്ങിയാൽ പോരെ, എന്തിനാണ് നമ്മളൊരു ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്ലെയർ വാങ്ങുന്നത്? അത് ഞാൻ നമ്മുടെ ചാനലിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഒരുപാട് കണ്ടു, അല്ലാതെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കമൻസിൽ ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്. ഈ എന്തിനാണ് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്ലെയർ വാങ്ങുന്നത്? കൺസോളിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ, കൺസോൾ മതി എന്നുള്ളൊരു, അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്ലെയർ വാങ്ങുന്നത് വേസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു പ്ലെയറിന്റെ ആവശ്യം മാത്രം ഉള്ളപ്പോൾ എന്തിന് ഇതിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഇതിൽ ഏതാണ് ബെറ്റർ എന്ന് ഞാനൊരു ആൻസർ പറയുമ്പോൾ ഞാൻ അതിൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് മാത്രമാണ് പറയുന്നത്. ഞാനിത് വാങ്ങി യൂസ് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്തതിന് ശേഷമാണ് ഇതിൽ ഏതാണ് ബെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ 2 വർഷം മുന്നേ ഉള്ള ബിഗ് ബില്യൺ സെയിലിൽ ഞാൻ പ്ലേ സ്റ്റേഷൻ 5 വാങ്ങിയതാണ്. അപ്പോൾ ഞാനൊരു ഓർഡർ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏകദേശം 1 വർഷമായപ്പോൾ തന്നെ ഏകദേശം അതിൻ്റെ കാര്യത്തിൽ തീരുമാനമായി, ഇതല്ല എനിക്ക് വേണ്ടത്, എനിക്കൊരു ഡെഡിക്കേറ്റഡ് പ്ലെയർ ആണ് വേണ്ടതെന്ന്. നോർമലി ഗെയിമിംഗ് കൺസോൾസ് എന്ന് ആലോചിക്കുമ്പോഴും നമുക്ക് ഫസ്റ്റ് വരുന്ന ഒന്ന് പ്ലേ സ്റ്റേഷൻ തന്നെയാണ്, സോണിയുടെ. അതേപോലെ മൈക്രോസോഫ്റ്റിൻ്റെ എക്സ്ബോക്സ് എന്ന് പറഞ്ഞൊരു കൺസോൾ കൂടെ ഉണ്ട്. ഞാൻ എക്സ്ബോക്സ് ഒക്കെ ജസ്റ്റ് കുറച്ച് മണിക്കൂർ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അത് എക്സ്ബോക്സ് വേണോ പ്ലേ സ്റ്റേഷൻ വേണോ എന്ന് യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടൊരു ആൻസർ ആണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആൻസർ നോ തന്നെയാണ്. നിങ്ങൾക്ക് എപ്പോഴും ഒരു ഡെഡിക്കേറ്റഡ് പ്ലെയർ തന്നെയാണ് ആവശ്യം. നിങ്ങൾക്ക് ഫസ്റ്റ് മിസ് ചെയ്യുന്ന ബേസിക് ആയിട്ട് 2 പോയിന്റ്സ്, അതായത് ടെക്നിക്കൽ ആസ്പെക്ട്സ് ആണ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിസ്സാവുന്ന ഏറ്റവും വലിയ കാര്യങ്ങൾ ഒന്നാണ് HDR10, ഡോൾബി വിഷൻ, അപ്സ്കെയിലിംഗ്. ഇത്രയും കാര്യങ്ങളിൽ തന്നെ ഒരു ഗെയിമിംഗ് കൺസോൾ, അതായത് ഓൾമോസ്റ്റ് നല്ല പ്രൈസുള്ള ഒരു ഗെയിമിംഗ് കൺസോൾ ഡൗൺ ആയി പോവാണ്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഈ ഡോൾബി വിഷനും HDR10ഉം ഇതെല്ലാം എവിടെയാണ് കിട്ടുന്നത്? ഇതെല്ലാം കിട്ടുന്ന ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള 4K ഡിസ്കുകളിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡിസ്കുകൾ വാങ്ങിയിട്ട് പിന്നെ അതൊരു ഗെയിമിംഗ് കൺസോളിലോട്ട് ഇൻസേർട്ട് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു ലോജിക് ഇല്ലാത്തൊരു കാര്യത്തിലോട്ട് പോവാണ്. കാരണം നിങ്ങൾ എത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങൾ മേടിച്ച് ഇത്രയും ഹൈ എൻഡ് ഫീച്ചേഴ്സ് വേണം ആഗ്രഹിച്ചിട്ടായിരിക്കും നിങ്ങളത് മേടിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ നേരെ അതിനൊരു കൺസോളിലോട്ട് ഇടുക എന്ന് പറയുമ്പോഴത്തേക്കും അത് നേരെ ഒരു വിരോധാഭാസത്തിലോട്ട് പോകും. പിന്നെ ഒരു മെയിൻ നെഗറ്റീവ് പറയാൻ പറ്റുന്നത് എന്തൊക്കെ ഫോർമാറ്റുകൾ അത് സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഒരു ഗെയിമിംഗ് കൺസോള് DVD, 1080p ബ്ലൂറേ, 4K ഡിസ്ക്, ഇത് 3 മാത്രമേ സപ്പോർട്ട് ചെയ്യൂ. അതേ സമയത്ത് ഇതിനേക്കാളും വില കുറഞ്ഞ ഒരു 4K പ്ലെയർ, ഡെഡിക്കേറ്റഡ് പ്ലെയർ, ഇത് 3 സപ്പോർട്ട് ചെയ്യുന്നത് മാത്രമല്ല അഡീഷണൽ ആയിട്ട് ഓഡിയോ CDസും സൂപ്പർ ഓഡിയോ CDസും SICDs എന്ന് പറയും. നിങ്ങൾക്ക് വേണ്ടാന്ന് വെച്ചാൽ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കാര്യം, കാരണം അത്രയും പ്രീമിയം ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണത്. അതേ സമയത്ത് ഒരു ബേസിക് ആയിട്ടുള്ള ഓഡിയോ CD, അതൊരു CD സപ്പോർട്ട് ചെയ്യില്ല എന്ന് പറയുമ്പോൾ തന്നെ അത് ഏകദേശം ഡൗൺ ആയി കഴിഞ്ഞു. നിങ്ങൾക്കൊരു ഓഡിയോ CD കിട്ടി, അതായത് ഒരു മ്യൂസിക് എന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന വളരെ നല്ലൊരു ഓപ്ഷനാണ് ഓഡിയോ CD എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അതുപോലും പ്ലേ ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ ഈ കൺസോൾസിൽ. അടുത്തൊരു നെഗറ്റീവായിട്ട് പറയാൻ പറ്റുന്നത്, നിങ്ങളൊരു കൺസോൾ ഉപയോഗിക്കുമ്പോഴും നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്, നിങ്ങൾ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ആ കൺസോൾ നിങ്ങൾക്ക് കാണിച്ചു തരത്തില്ല. കാരണം ഞാൻ എൻ്റെ മുന്നേ ഉള്ള പ്ലെയേഴ്സിൻ്റെ വീഡിയോസിലെല്ലാം അതിൻ്റെ ബിറ്റ് റേറ്റും കാര്യങ്ങളും, അതായത് പ്ലേ ചെയ്യുമ്പോൾ അത് ഇൻഫോ കാണിക്കുന്നത് എങ്ങനെയാണ്, ഇത് എന്ത് ഡോൾബി വിഷൻ കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ എന്ത് HDR ആണോ പ്ലേ ചെയ്യുന്നത്, എന്ത് ഓഡിയോ ആണ് പ്ലേ ചെയ്യുന്നത്, എന്ത് ബിറ്റ് റേറ്റിലാണ് പ്ലേ ചെയ്യുന്നത്, ഇങ്ങനത്തെ ഒരു സ്റ്റാറ്റിസ്റ്റിക് ഡാറ്റ ഉണ്ട്. ആ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് പ്ലേ സ്റ്റേഷൻ പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡിസ്പ്ലേ ആയിട്ട് കാണാൻ പറ്റത്തില്ല. പിന്നെ കുറച്ച് പേര് ചോദിച്ച ഡൗട്ടാണ് 3Dയുടെ കേസ്. നിങ്ങൾക്ക് 3D പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ പ്ലേ സ്റ്റേഷൻ 5 ഇല്ല, എക്സ്ബോക്സിലും ഇല്ല. നിങ്ങൾക്ക് മുന്നേ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, അത് പ്ലേ സ്റ്റേഷൻ 4 പ്ലേ സ്റ്റേഷൻ 4 വാങ്ങിയപ്പോൾ ഇല്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ ഒരു അപ്ഡേറ്റ് വന്നതിൽ 3D ഡിസ്ക് പ്ലേ ചെയ്യാൻ പറ്റും എന്നൊരു അപ്ഡേറ്റ് വന്നു. പക്ഷേ ഇൻഡയറക്റ്റ്ലി നമുക്ക് 3D സപ്പോർട്ടഡ് ആയിട്ടുള്ളൊരു TV വേണമായിരുന്നു. ഇത് പ്രാക്ടിക്കലി പോസിബിൾ അല്ലാത്തൊരു കാര്യം കൂടെയാണ്. നമുക്ക് വളരെ റെയർ കേസസ് മാത്രമേ ഇതിൽ പറയാൻ പറ്റത്തുള്ളൂ. അതേസമയത്ത് നിങ്ങളൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ ബഡ്ജറ്റ് റേഞ്ചിലായാൽ പോലും അതിൽ 3Dയും വർക്കാവും. ഇനി നമുക്ക് മെയിൻ കാര്യങ്ങളിലേക്ക് പോകാം. പിക്ചർ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഓക്കെ ഫീൽ മാത്രമാണ് ഒരു കൺസോൾ തരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഡോൾബി വിഷനും HDR10ഉം ഒന്നും തന്നെ സപ്പോർട്ട് ചെയ്യില്ലെന്ന് മാത്രമല്ല, അപ്സ്കെയിലിങ്ങിൻ്റെ കേസിൽ, അതായത് ഒരു ഗെയിമിംഗ് കൺസോളിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് തന്നെ ഗെയിം കളിക്കുക എന്നുള്ളതാണ്. അത് ആ ഒരു കാര്യത്തിൽ നല്ല പോലെ പെർഫോം ചെയ്യും. ഞാൻ പേഴ്സണലി ഗെയിം കളിച്ചിട്ടുള്ള ആളാണ് പ്ലേ സ്റ്റേഷനിൽ, എനിക്ക് നല്ല പോലെ ഇഷ്ടപ്പെട്ടുള്ള കാര്യമാണ്. പക്ഷേ അതേ സമയത്ത് വീഡിയോ പ്രോസസ്സിങ്ങിൻ്റെ കേസ് വരുമ്പോഴേക്കും പ്ലേ സ്റ്റേഷൻ വളരെ ബിലോ ആവറേജ് ആയിട്ടാണ് പെർഫോം ചെയ്തിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം നിങ്ങൾക്ക് ചില സമയത്ത് പ്ലേ സ്റ്റേഷൻ ഉപയോഗിച്ച് നോക്കിയിട്ട് നല്ലൊരു പിക്ചർ ക്വാളിറ്റി
തെറ്റി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ടി വി ഏതാണെന്ന് കൺഫേം ചെയ്യുക. കാരണം പ്ലേ സ്റ്റേഷനിൽ നിന്ന് കണക്ഷൻസ് ഡയറക്റ്റ് നോർമലി പോകുന്നത് പ്ലേ സ്റ്റേഷൻ ടു ടി വി എന്നുള്ള പോലെ ആയിരിക്കും HDMI കണക്ഷൻസ്. അപ്പം നിങ്ങൾക്ക് ആ പ്ലേ സ്റ്റേഷൻ്റെ സോഴ്സ് നേരെ ടി വിയിലേക്ക് പോകുന്നു. ടി വി ആയിരിക്കാം ആ ഒരു വീഡിയോ പ്രോസസ്സിംഗ് ചെയ്യുന്നത്, അപ്സ്കെയിലിംഗ് കാര്യങ്ങൾ ചെയ്യുന്നത് ടി വിയുടെ പെർഫോമൻസിലാണ്. ആ ക്രെഡിറ്റ് ഒരിക്കലും പ്ലേ സ്റ്റേഷന് പോകത്തില്ല. നിങ്ങൾ അങ്ങനത്തെ വിഷ്വൽ കണ്ടിട്ടാണ് പ്ലേ സ്റ്റേഷൻ നല്ലതാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ആക്ച്വലി ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. ഞാൻ യൂസ് ചെയ്യുന്ന ഒരു കണക്ഷൻ മെത്തേഡും കൂടി ഇതിൽ പറഞ്ഞുതരാം. പക്ഷേ അതേ സമയത്ത് ഒരു നോർമൽ ആയിട്ടുള്ള ആൾ യൂസ് ചെയ്യുന്നത് പോലെയും പറഞ്ഞുതരാം. അതായത് ഇപ്പം ഒരു ആവറേജ് യൂസർ ഒരു പ്ലെയർ യൂസ് ചെയ്യുമ്പോൾ, അതായത് ഡെഡിക്കേറ്റഡ് പ്ലെയർ യൂസ് ചെയ്യുമ്പോൾ കണക്ഷൻസ് പോകുന്നത് പ്ലെയർ ദെൻ ടി വി എന്നുള്ള HDMI കണക്ഷൻ ആയിരിക്കും പോകുന്നത്. അതേ സമയത്ത് ഈ പ്ലെയറിന്റെ മെയിൻ പർപ്പസ് തന്നെ, അതായത് ഒരു ഡെഡിക്കേറ്റഡ് ഒരു സോണിയുടെ പാനസോണിക്കിന്റെ ഒരു ഡെഡിക്കേറ്റഡ് പ്ലെയറിന്റെ മെയിൻ പർപ്പസ് തന്നെ വീഡിയോ പ്രോസസിംഗ് എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ ലെൻസ് വർക്ക് ചെയ്യുന്നത്, അതിന്റെ ബോർഡ് വർക്ക് ചെയ്യുന്നത് എത്രത്തോളം പിക്ചർ ക്വാളിറ്റി ആ ഡിസ്കിൽ നിന്ന് ടി വിയിലേക്ക് കൊടുക്കാം എന്നുള്ളൊരു പർപ്പസ് തന്നെയാണ് അത് ചെയ്യുന്നത്. അതേ ഒരു പ്രോസസ് അല്ല പ്ലേ സ്റ്റേഷൻ നടക്കുന്നത്. പ്ലേ സ്റ്റേഷൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ച് തരാം എന്നുള്ളൊരു ഫീച്ചർ മാത്രമാണത്. കാരണം അതിന്റെ മെയിൻ പർപ്പസ് എപ്പോഴും ഗെയിമിംഗ് ആണ്. ഞാൻ കൊടുത്തിരിക്കുന്ന കണക്ഷൻസ് എന്ന് പറയുന്നത് ഒരു പ്ലെയർ നേരെ AVR നേരെ ടി വി. ഈ ഒരു പ്രോസസ്സിൽ എൻ്റെ സോണി XM700 ആയാലും അതേസമയത്ത് 800 M2 ആയാലും ഇത് തന്നെ ഒരു പ്രോസസ്സിംഗ് നടക്കുന്നുണ്ട്. അതായത് പിക്ചർ ക്വാളിറ്റി അപ്സ്കെയിലിംഗ് ആയി. ഇപ്പം ഞാൻ 4K ഡിസ്കാണ് ഇടുന്നെങ്കിലും ഡോൾബി വിഷൻ്റെ HDR10 പ്രോസസ്സിങ്ങും, അതേസമയത്ത് ബ്ലൂറേ ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ 1080p നിന്ന് 4Kയിലോട്ട് അപ്സ്കെയിൽ ആവുന്ന പ്രോസസ്സും ഓൾറെഡി പ്ലെയർ തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒരു ട്യൂണിംഗ് കൂടെ AVR ചെയ്യും. AVR എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഓഡിയോ വീഡിയോ റിസീവ് ആയി അത് പ്രോസസ് ചെയ്യപ്പെടുന്നുണ്ട്. അതിൽ നിന്ന് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ടാണ് ടി വിയിലോട്ട് പോകുന്നത്. അപ്പോൾ ഓൾറെഡി 3 ലെവൽ ഓഫ് പ്രോസസ്സിംഗ് നടന്നു കഴിഞ്ഞു. പക്ഷേ അതേ ഒരു എഫക്റ്റ് ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും പ്ലേ സ്റ്റേഷനിൽ കിട്ടത്തില്ല. ഇനി നമുക്ക് നെക്സ്റ്റ് ഏരിയ ഓഡിയോയുടെ കേസിലേക്ക് പോകാം. ഓഡിയോയുടെ കേസിലേക്ക് പോകുമ്പോൾ വളരെ വലിയ മാറ്റങ്ങളൊന്നും വരുന്നില്ല എന്ന് തന്നെയാണ് സത്യം. നിങ്ങൾ കൺസോൾ യൂസ് ചെയ്തിട്ട് അതിൻ്റെ സെറ്റിംഗ്സിനകത്ത് ബിഗ് സ്ട്രീം എന്ന് പറഞ്ഞ സെറ്റപ്പ് തന്നെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനം പാസ് ത്രൂ ആവും. നിങ്ങൾക്കത് കിട്ടേണ്ട സാധനങ്ങൾ കിട്ടും. അതായത് ഇപ്പം നോർമലി DTSും ഡോൾബി അറ്റ്മോസും പല ടി വികളും സപ്പോർട്ട് ചെയ്യത്തില്ല. നിങ്ങൾ പാസ് ത്രൂ തന്നെ ചെയ്യേണ്ടി വരും AVR ത്രൂ. കാരണം ചില ടി വികളിൽ അറ്റ്മോസ് സപ്പോർട്ട് ഉണ്ട് എന്ന് മെൻഷൻ ചെയ്യുമെങ്കിലും DTS ഒരുമിച്ച് വരാറില്ല. നോർമലി ബ്ലൂറേ ഡിസ്കുകളിൽ DTSന്റെ മാസ്റ്റർ ഓഡിയോ ആണ് അതിൻ്റെ സോഴ്സ് ആയിട്ട് വരുന്നത്. അതേസമയത്ത് മിക്ക ടി വികൾക്ക് അത് പ്രോസസ് ചെയ്യാനുള്ള കഴിവില്ല. അത് ചെയ്യുന്നത് AVR ആണ്. അപ്പോൾ നിങ്ങൾ ഓഡിയോ മാത്രമാണ് ഒരു പ്രയോറിറ്റി കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഒരു എൻട്രി ലെവൽ പ്ലെയർ മതി. നിങ്ങൾ ജസ്റ്റ് ഗെയിമിംഗ് ആണ് നിങ്ങളുടെ പ്രയോറിറ്റി. ഗെയിമിംഗ് ഫസ്റ്റും ഇതൊരു സെക്കൻഡറി ആയിട്ടുള്ള കാര്യമായിട്ട് എപ്പോഴെങ്കിലും കാണാം, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കൺസോളിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. പക്ഷേ അങ്ങനെ നിങ്ങൾ ആലോചിച്ചിട്ട് എനിക്കിത് മതി എന്ന് പറഞ്ഞ് ആലോചിക്കുമ്പോൾ ഇത്ര എമൗണ്ട് നിങ്ങൾ എന്തിന് സ്പെൻഡ് ചെയ്യണം എന്നൊരു ചോദ്യമുണ്ട്. അതായത് ഒരു കൺസോളിന്, അതായത് ഞാൻ ഓൾമോസ്റ്റ് ബിഗ് ബില്യൺ സെയിലിന് വാങ്ങിയപ്പോൾ എനിക്ക് 40,000 മേളിൽ പ്ലേ സ്റ്റേഷൻ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സെക്കൻഡ് ഹാൻഡിനെ പറ്റി ആലോചിച്ച് തുടങ്ങാം. സെക്കൻഡ് ഹാൻഡ് പ്ലെയർ ചിലപ്പോൾ അതിലും പകുതി വില കിട്ടുമായിരിക്കാം. അങ്ങനെ നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് കൺസോളിനെ പറ്റി ആലോചിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് ഒരു ഡെഡിക്കേറ്റഡ് പ്ലെയറിനെ പറ്റി ആലോചിച്ചുകൂടാ? കാരണം അവിടെ ആ പ്രൈസ് ഡ്രോപ്പ് വരുമല്ലോ. അപ്പോൾ ഫൈനൽ ഔട്ടായിട്ട് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഗെയിമിംഗ് ആണ് പ്രയോറിറ്റി, പ്ലെയർ യൂസ് ചെയ്ത് ഒരു ഗെയിമാണ് കളിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും കൺസോളിലേക്ക് തന്നെ പോവുക. ഒരിക്കലും ഒരു ബ്ലൂറേ ഡിസ്കോ ഒരു 4K ഡിസ്കോ പ്ലേ ചെയ്യാനുള്ള ഒരു എക്യുപ്മെൻ്റ് ആയിട്ട് അതിൽ നിന്നാണ് നിങ്ങൾക്ക് ക്വാളിറ്റി കിട്ടുന്നത് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. നിങ്ങൾ ജസ്റ്റ് പ്ലേ ചെയ്യാം. അതായത് സിനിമ കാണാൻ പറ്റുമെന്ന് ചോദിച്ചാൽ കാണാം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, സിനിമ കാണുന്നതും സിനിമ എക്സ്പീരിയൻസും തമ്മിൽ വളരെ വലിയൊരു ഡിഫറൻസ് ഉണ്ട്. അപ്പം ജെക്സ് നിങ്ങൾക്ക് കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ. പക്ഷേ അതേ സമയത്ത് ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ ക്വാളിറ്റി ദെൻ പ്ലേസ് എപ്പോഴും ഒരു ഡെഡിക്കേറ്റഡ് പ്ലെയർ തന്നെയാണ് നിങ്ങളുടെ സൊല്യൂഷൻ. ഇപ്പോൾ ഞാൻ അത്യാവശ്യം കുറച്ചൊക്കെ കളക്ട് ചെയ്യുന്ന ഒരാളാണ് മൂവീസ്. അപ്പം എനിക്ക് ഇത് തന്നെയാണ് ഞാൻ വാങ്ങി എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് പറയുവാണ്. അല്ല നിങ്ങളൊരു പ്ലേ സ്റ്റേഷൻ യൂസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കുക. ഒരു പ്ലെയർ എന്താണ് ആ വീഡിയോ ഡിഫറൻസ് തരുന്നത്, എന്താണ് ആ ക്വാളിറ്റി തരുന്നത്, ഡിഫറൻസ് ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എപ്പോഴും ഒരു ഡെഡിക്കേറ്റഡ് പ്ലെയർ തന്നെയാണ് ബെറ്റർ സൊല്യൂഷൻ. അപ്പോൾ ആ ഡൗട്ട് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.